നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെളിച്ചെണ്ണ വില കുറഞ്ഞു, റബ്ബറിന് വിലക്കയറ്റം. ദക്ഷിണേന്ത്യയിൽ നാളികേര ഉൽപ്പന്നങ്ങളുടെ വില വീണ്ടും കുറഞ്ഞു. വിദേശ അന്വേഷണങ്ങളുടെ അഭാവവും വൻകിട മില്ലുകാരിൽ നിന്നും കൊപ്രയ്ക്ക് ആവശ്യം ചുരുങ്ങിയതും വില തകർച്ചയ്ക്ക് ഇടയാക്കി. കാങ്കയത്ത് വെളിച്ചെണ്ണ വില കിൻഡലിന് 325 രൂപ താഴ്ന്ന് 18,675 രൂപയായി. കൊപ്ര വില 12,500 രൂപയായും കുറഞ്ഞു. കൊച്ചി, കോഴിക്കോട് വിപണികളിൽ എണ്ണ, കൊപ്ര വിലകൾ താഴ്ന്നു. സംസ്ഥാനത്ത് കാലവർഷം സജീവമാകുന്ന സാഹചര്യത്തിൽ റെയിൻഗാർഡ് ഇട്ട തോട്ടങ്ങളിൽ റബ്ബർ ടാപ്പിങ്ങിന് വരും ദിനങ്ങളിൽ പുരോഗമിക്കും. വിപണിയിലെ ഷീറ്റ് ക്ഷാമം മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കുറയാൻ ഇത് അവസരമൊരുക്കാം. കൊച്ചിയിൽ 4ാം ഗ്രേഡ് റബ്ബർ വില കിലോ 265 രൂപയിൽ നിന്നും 266 രൂപയിലേക്ക് ഉയർന്നു. അന്താരാഷ്ട്ര മാർക്കറ്റിൽ റബ്ബർ കിലോ 301 രൂപയായി. റബ്ബറിൻ്റെ വിലക്കയറ്റം ഉൽപ്പാദന രാജ്യങ്ങളിലെ കർഷകർക്കും വരും കാലങ്ങളിൽ കൃഷി വ്യാപിപ്പിക്കാനുള്ള മോഹങ്ങൾക്കും വളമേകും. അതേസമയം വിലക്കയറ്റത്തിനിടയിൽ ഏഷ്യൻ അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ ഊഹക്കച്ചവടക്കാർ വിൽപ്പനയ്ക്ക് നീക്കം നടത്തിയത് വിലയിൽ ചാഞ്ചാട്ടം സൃഷ്ടിക്കാം. ഉൽപ്പാദന മേഖലയിൽ നടന്ന ഏലക്ക ലേലത്തിൽ 44,525 കിലോ ചരക്ക് വിൽപ്പനയ്ക്ക് എത്തിയതിൽ 40,537 കിലോയും ഇടപാടുകാർ ഉത്സാഹത്തോടെ ശേഖരിച്ചു. ആഭ്യന്തര വ്യവസായികളും കയറ്റുമതിക്കാരും ഒരേപോലെ ഏലത്തിനായി മത്സരിച്ചു. ശരാശരി ഇനങ്ങൾ കിലോ 2,488 രൂപയിലും മികച്ച ഇനങ്ങൾ കിലോ 3,212 രൂപയിലും കൈമാറി. അപ്പോൾ റബ്ബറിനൊക്കെ വൻ ഡിമാൻഡാണ്. നാളികേരത്തിന് ഡിമാൻഡ് കുറയുകയും ചെയ്തു. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോ മറ്റുടനെത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.